പ്രകൃതി ദുരന്തമായ ഭൂകമ്പങ്ങൾ. ഈ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്തെ കോൺക്രീറ്റ് ബിൽഡിങ്ങിനേക്കാൾ കൂടുതൽ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്ന ഫാബ്രിക്കേറ്റിംഗ് ബിൽഡിംഗ് ആണ്. കാരണം ഇത് മൊത്തമായി ജോയിന്റഡ് ആണ്. അപ്പോൾ ഇത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഫാബ്രിക്കേറ്റിംഗ് ബിൽഡിംഗ് ഭൂകമ്പം കൂടുതലുള്ള ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഫാബ്രിക്കേറ്റിംഗ് ബിൽഡിംഗ് നിർമ്മിക്കപ്പെടുന്നത്. അതുപോലെ പ്രളയ ദുരന്തത്തിലാണെങ്കിലും മണ്ണിടിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മണ്ണിടിഞ്ഞു വന്ന് ഒരു സൈഡിൽ തട്ടി ആ തട്ടിയ ഭാഗം മാത്രം വളഞ്ഞുകൊണ്ട് ആ മണ്ണ് കുത്തൊലിച്ചു പോകും. അതേസമയത്തിന് ജലത്തിന്റെ ഒരു മഹാപ്രവാഹം വരികയാണെങ്കിലും ഒരു ഭാഗത്താണ് തട്ടുന്നതെങ്കിൽ ആ ഭാഗം തട്ടി വളച്ചുകൊണ്ട് ആ ഭാഗം പൊട്ടിച്ചുകൊണ്ട് ആ ആംഗ്ലർ പൈപ്പോ ആണെങ്കിൽ അത് വളച്ചുകൊണ്ട് ജലം കടന്നു പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ വീണ്ടും റീമേക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഫാബ്രിക്കേറ്റിംഗ് ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.